അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് മിഷണറി യാത്രകൾക്കൊടുവിൽ തനിക്കുണ്ടായ ന്യായവിസ്താരത്തെ ഓർത്തുകൊണ്ട് തന്നോട് കൂടെയുള്ളവരെ വിളിച്ച് വിശദീകരണം നൽകുകയാണ്. യെരുശലേമിൽ ബദ്ധനായി റോമക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. എന്നാൽ പൗലോസ്ലീഹായെ വിസ്തരിച്ചാറെ മരണയോഗ്യമായത് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് അവർ വിട്ടയച്ചു. പൗലോസ് പറയുന്നത് താൻ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കൊന്നും വിരോധം ചെയ്തിട്ടില്ല, യേശുവിനെ പ്രസംഗിച്ചു, യേശുക്രിസ്തുവിനെ അറിയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ തൻ്റെ ജീവിതാനുഭവങ്ങളെ മൊത്തം നോക്കിക്കൊണ്ട് പൗലോസ് പറയുന്ന പ്രയോഗം, ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഈ ചങ്ങല ഞാൻ ധരിച്ചത്. ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രത്യാശയിലേക്ക് നോക്കുക. ദൈവം ഒരുക്കുന്ന ഭൂമി, ദൈവം ഒരുക്കുന്ന ഭൂമിക, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ജനം, ദൈവികരായിത്തീരുന്ന സമൂഹം, ഇതാണ് ഇസ്രായേലിൻ്റെ പ്രതീക്ഷ. ഇസ്രായേലിൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം ഇതാണ്. ആ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് സുവിശേഷ വേലയിൽ കഷ്ടതകൾ ഏറ്റെടുക്കുന്നത്, ചങ്ങല ചുമക്കുന്നത്. അതുകൊണ്ട് കുരിശിലേക്ക് നോക്കുന്ന ഒരാൾ കാണുന്നത് പ്രത്യാശയോടുകൂടെ ചങ്ങല ചുമക്കുവാനുള്ള ധൈര്യമാണ്. നിരാശയോടുകൂടെ ചങ്ങല ചുമക്കുന്നവരല്ല, ഗതികേടുകൊണ്ട് ചങ്ങല ചുമക്കുന്നവരല്ല, ദുരവസ്ഥയാൽ ചങ്ങല ചുമക്കുന്നവരല്ല, താല്പര്യമില്ലാതെ ചങ്ങല ചുമക്കുന്നവരല്ല, ഏതെങ്കിലും സ്ഥാനത്തേക്ക് ചേർത്തപ്പെട്ടതുകൊണ്ട് ചങ്ങല ചുമക്കുന്നവരല്ല. ദൈവമൊരുക്കുന്ന ഭാവിക്കായി, ദൈവമൊരുക്കുന്ന പ്രത്യാശയ്ക്കായി, ദൈവമൊരുക്കുന്ന പുതുയുഗത്തിനായി ചങ്ങല ചുമക്കും. ആ ചങ്ങല ചുമക്കുന്നതിനാണ് കുരിശ് ശക്തിയായിത്തീരുന്നത്, കുരിശ് ബലമായിത്തീരുന്നത്. പൗലോസ്ലീഹായുടെ ജീവിതത്തിലുടനീളം താൻ ചങ്ങല ചുമക്കുന്ന അനുഭവം ഉള്ളത് നമുക്കറിയാം. കപ്പൽ ഛേദം, ന്യായവിസ്താരം, അടികൊള്ളുന്നു, തൻ്റെ ജഡത്തിലെ ശൂലം, ഇതെല്ലാം ഉള്ളപ്പോഴും തൻ്റെ ശുശ്രൂഷകൾ നിറവടിയായി നിർവഹിക്കുന്നു. യേശുവിനെ കർത്താവും രക്ഷിതാവും ദൈവവും എന്ന് ഏറ്റുപറയുകയും അങ്ങനെ പഠിപ്പിക്കുകയും അങ്ങനെ അറിയിക്കുകയും അതിലേക്ക് ജീവിക്കുകയും നിരന്തരം കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തൻ്റെ ജനത്തെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത് ചങ്ങല ധരിച്ചവർക്ക് മാത്രം, ഇത് ക്രിസ്തുവിലെ പ്രത്യാശയുള്ളവർക്ക് മാത്രം പറ്റുന്നതാണ് എന്നതാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ.